ഞാൻ അജിത് കുമാർ എം ആർ. ഞാൻ ഈ വർഷം ജൂലൈയിൽ MBA ഫിനാൻസ് കോഴ്സിന് ചേർന്നതാണ്. ലേൺവൈസ് വഴി ഇഗ്നോയുടെ കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അങ്ങനെ ചേർന്നതാണ്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്തുള്ള അവനവഞ്ചേരി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ താമസം ചെന്നൈയിലാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ടീച്ചേഴ്സാണ്. വീട്ടിൽ ഒരുപാട് ടീച്ചേഴ്സുണ്ട്. സിസ്റ്റർ ടീച്ചറാണ്, അപ്പൂപ്പൻ ടീച്ചറായിരുന്നു. എൻ്റെ വൈഫ് LICയിൽ വർക്ക് ചെയ്യുന്നു, സേലത്താണ് വർക്ക് ചെയ്യുന്നത്. മോനും മോളും ഉണ്ട്. മോൻ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, മോള് ഡിഗ്രി സെക്കൻഡ് ഇയറും പഠിക്കുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് ഫിസിക്സ് മെയിൻ എടുത്ത് പഠിച്ചതാണ്. അതിനുശേഷം PGക്ക് MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് കൊല്ലം SN കോളേജിൽ നിന്ന് പാസ്സായി. പിന്നെ B.Ed, വീട്ടിലെല്ലാവരും ടീച്ചേഴ്സായതുകൊണ്ട് ഞാനും B.Ed പാസ്സായി. പിന്നെ ബാങ്കിൽ കയറിയപ്പോഴത്തേക്ക് ബാങ്കിന് വേണ്ടിയിട്ടുള്ള CAAB തുടങ്ങിയ കോഴ്സുകൾ, ബാങ്കിങ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന കോഴ്സുകൾ കുറേ പാസ്സായിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൽ തന്നെ 1996 PO ആയിട്ട് ഞാൻ ഫെഡറൽ ബാങ്കിൽ കയറി. അതിന് മുമ്പ് ഒരു 2-3 മാസം LICയിൽ വർക്ക് ചെയ്തിരുന്നു. അന്ന് ചെങ്ങന്നൂരാണ് വർക്ക് ചെയ്തത്. LIC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് ഫെഡറൽ ബാങ്കിൽ ഓഫീസറായിട്ട് കിട്ടുകയും ഞാൻ മെയ് മാസം 6-ാം തീയതി 1996 ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ചെന്നൈ സോണൽ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ ആദ്യം 10-20 വർഷത്തോളം ബ്രാഞ്ച് ബിസിനസ് ഡെവലപ്മെൻറ്റും ബ്രാഞ്ച് വർക്ക്സും ആയിരുന്നു. ഇപ്പോൾ സോണൽ ഓഫീസ് വന്നതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, അതുപോലെ സപ്പോർട്ട് ഓഫ് ബ്രാഞ്ചസ് എന്നുള്ള വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. ഈ MBA തുടങ്ങാൻ വെച്ചിട്ട് കാരണം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കണം, അറിവ് കൂടുതൽ ഇതാക്കണം. നമ്മൾ മുകളിലോട്ട് പോകുന്തോറും ബാങ്കിൽ ലാഡർ മുകളിലോട്ട് പോകുന്തോറും നമുക്ക് ലീഡർഷിപ്പ് റോളിൽ വരുമ്പോഴേക്കും നമുക്ക് എപ്പോഴും വി ഷുഡ് ബി അപ് ടു ഡേറ്റ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് എപ്പോഴും നേടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഒരു ചലഞ്ച്. പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. MAക്ക് പഠിക്കുമ്പോഴേ MBAക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് MBA ചൂസ് ചെയ്തതും. ബാങ്കിങ് ആയതുകൊണ്ട് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുത്തതും. പിന്നെ ഒരുപാട് നാളായിട്ട് ആലോചിക്കുന്ന കാരണം, പണ്ട് ഞാനിത് പഠിക്കണമെന്ന് പറഞ്ഞാൽ മണി യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഒരു തവണ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലും ചേർന്നിട്ടുള്ളതായിരുന്നു. അന്നൊന്നും പഠിത്തം പൂർണ്ണമാക്കാൻ പറ്റിയില്ല, ഓരോ ജോലി തിരക്കുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ എന്തായാലും ലേൺവൈസിൻ്റെ സഹായത്തോടെ, അതായത് ഒരു തവണ ഫേസ്ബുക്കിൽ കൂടിയാണ് ഈ ലേൺവൈസിൻ്റെ ഒരു റെഫറൻസ് കിട്ടുന്നത്. ലേൺവൈസിൽ നിന്നുള്ള സഹായം അതിന് ശേഷം അഡ്മിഷൻ തുടങ്ങിയ സമയത്തായാൽ പോലും അഡ്മിഷൻ മുതൽ ഓരോ കാര്യങ്ങൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് രജിസ്ട്രേഷൻ, എക്സാം ഫീസ് അടയ്ക്കൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ലേൺവൈസിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അതുപോലെ നമ്മുടെ മെൻറ്ററായാൽ പോലും വളരെയധികം മിസ് ലോജിഷയാണ് നമ്മുടെ മെൻറ്റർ. എല്ലാ ആഴ്ചയും നമ്മളെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും, പഠിക്കുന്ന കാര്യങ്ങളായാലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയി പഠിത്തം, അതുപോലെ ഇനി എന്താണ് ചെയ്യേണ്ടത്, അസൈൻമെൻറ്റ് എഴുതുന്നാലും ഏതുവരെ ആയി അസൈൻമെൻറ്റ്, എന്തെങ്കിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നും, അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ് എങ്ങനെ എടുക്കാൻ പറ്റും, ആപ്പ് എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ എക്സാം പീഡിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരികയും നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോഴും എന്ത് കാര്യവും ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന മെൻറ്റർ. പിന്നെ എൻ്റെ ഗോളെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 30 വർഷത്തോളം ബാങ്കിൽ ജോലി ചെയ്ത ആൾ. ഇനി എനിക്ക് 6 വർഷമേ ബാങ്ക് സർവീസ് ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതായത് ഒരു കരിയറിൽ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഇനി എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പോലും ഇനി കിട്ടാവുന്ന ഇനി ഈ ലെവലിൽ എനിക്ക് കിട്ടാവുന്ന അത്രയും പ്രൊമോഷൻസും ചാൻസസും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലീഡർഷിപ്പ് റോളിലിരിക്കുമ്പോഴത്തേക്കും വി ഷുഡ് ബി വെൽ എക്വിപ്ഡ്. ഏത് കാര്യങ്ങൾ പറയാനായപ്പോൾ നമ്മൾ നല്ല അറിവും ഇതും ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ 30 വർഷം കൊണ്ട് നേടിയെടുത്ത എക്സ്പീരിയൻസ് എങ്ങനെ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരിലേക്ക്. അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്, എന്നാൽ അവർക്ക് സ്കില്ല് കൂടുതലുണ്ട്. നമുക്ക് സ്കില്ല് കുറവാണ്, പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. ആ രണ്ടും കൂടി ഒരു ബ്ലെൻഡ് ആകുമ്പോഴാണ് എപ്പോഴും നല്ല പെർഫോമൻസ് ഉണ്ടാകുന്നത്, ബാങ്കിനായാലും ഏത് സ്ഥാപനത്തിനായാലും. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ സർവീസിലുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേടിയെടുത്ത എക്സ്പീരിയൻസ് പുതിയ ആൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കോഴ്സ് ചേർന്നിരിക്കുന്നത്. ഈ കോഴ്സ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഒരു നല്ല മാർക്ക് വാങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹമുണ്ട്. ജോലി തിരക്കിനിടയിൽ അത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കും. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ ഈ ബാച്ചിൽ ചേർന്നിരിക്കുന്ന MBAക്കും മറ്റുള്ള കോഴ്സുകൾക്കും ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ നല്ല ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവർക്കും നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതി എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഡിഗ്രി, ഞാൻ ചൂസ് ചെയ്തിരുന്ന ഡിഗ്രി കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.